Good morning all and welcome to CNN UP Social Science Channel. നമ്മുടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 6ാമത്തെ യൂണിറ്റായ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങളുടെ ലോകം എന്ന യൂണിറ്റിലെ 2ാമത്തെ ഭാഗമാണ് ഇത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഹോട്ട് ഡെസേർട്സ് അഥവാ ഉഷ്ണ മരുഭൂമികൾ എന്ന ഒരു പാഠഭാഗമാണ്. ഈ ഒരു പാഠത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് അല്ലെ, ക്ലൈമറ്റിക് റീജിയൻസ്. ഇതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു 9 കാലാവസ്ഥാ മേഖലകളാണ് ഉള്ളത് എന്ന്. അതിൽ തന്നെ മധ്യരേഖാ കാലാവസ്ഥാ മേഖല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി എടുത്തതാണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉഷ്ണ മരുഭൂമികൾ അഥവാ ഹോട്ട് ഡെസേർട്സ് ഇവയെ പറ്റിയാണ് നോക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കുക. ഇതിൽ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണുന്ന ഭാഗമാണ് ഡെസേർട്സ് അഥവാ ഉഷ്ണ മരുഭൂമികൾ എന്നത് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. എവിടെയെല്ലാമാണ് ഏകദേശം നമുക്ക് സ്ഥലം ഒന്ന് കണക്കാക്കി വെക്കുക. നമുക്ക് ആദ്യമായി തന്നെ ഹോട്ട് ഡെസേർട്സിന്റെ സ്ഥാനം ഒന്ന് നോക്കാം. എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണ് എന്ന് നോക്കാം. 2 അർദ്ധഗോളങ്ങളിലും അതായത് 2 ഹെമിസ്ഫിയറിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഹോട്ട് ഡെസേർട്സ് ആർ ലൊക്കേറ്റഡ് എലോങ് ദ വെസ്റ്റേൺ മാർജിൻസ്, പടിഞ്ഞാറ് ഭാഗത്താണ്. ഓഫ് ദ കോണ്ടിനെന്റ്സ്, എവിടത്തെ പടിഞ്ഞാറ് ഭാഗമാണ്? വൻകരകളുടെ കോണ്ടിനെന്റ്സിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഓൺ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ് between 20 degree and 30 degree latitudes. ഈ 2 ലാറ്റിറ്റ്യൂഡ് രേഖകൾക്ക് ഇടയിൽ 2 ഹെമിസ്ഫിയറിലും ഉണ്ട് ഈ ഒരു ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്, കാലാവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും. അതായത് ഡേ ടെമ്പറേച്ചർ ഇസ് ഹൈ, വളരെ ചുട്ടുപൊള്ളുന്ന ചൂടാണ് പകൽ. കൂൾ നൈറ്റ്സ്, വളരെ തണുത്ത രാത്രിയുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. അതായത് സമ്മർ സീസൺ, ആദ്യം പറഞ്ഞത് സാധാരണ പകൽ രാത്രി ഇവയുടെ കാര്യമാണ്. ഈ ഒരു പോയിന്റിൽ പറയുന്നത് ക്ലൈമറ്റ്, ആ ഒരു കാലാവസ്ഥയെ പറ്റിയിട്ടാണ്. ആ ഒരു കാലം, ഉഷ്ണകാലം, സമ്മർ സീസൺ വളരെ ചുട്ടുപൊള്ളുന്നതാണ്. എങ്കിലും ശൈത്യകാലത്ത്, വിന്റർ സീസണിൽ വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ്, അതായത് ലോ ടെമ്പറേച്ചർ ആണ് അവിടെ അനുഭവപ്പെടുന്നത്. എക്സ്പീരിയൻസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഭവപ്പെടുക എന്നർത്ഥം. മഴ വളരെ കുറവാണ്. amount of rainfall is very less. ഇനി വരണ്ട കാറ്റ്, ജലദൗർലഭ്യം. വരണ്ട കാറ്റാണ്, മണൽക്കാറ്റാണ് അവിടെ. കൂടുതൽ ഭാഗങ്ങളും മണലാണ്. അപ്പൊ അതുകൊണ്ട് മണൽക്കാറ്റുണ്ടാകുന്നു. ജലദൗർലഭ്യം, വാട്ടർ സ്കേഴ്സിറ്റി, വളരെ കുറച്ച് വെള്ളമേ അവിടെ കിട്ടുകയുള്ളൂ. വെള്ളം കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇത്രയുമാണ് ഹോട്ട് ഡെസേർട്സിന്റെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്, കാലാവസ്ഥാ സവിശേഷതകൾ. ഇനി ആരൊക്കെയാണ് ഇവിടുത്തെ ഇൻഹാബിറ്റൻസ്, ഡ്വെല്ലേഴ്സ്, താമസക്കാര് ആരൊക്കെയാണ് എന്ന് നോക്കാം. കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ, ട്രൈബൽസ്, അബോറിജിനൽ ട്രൈബൽസ് ഓഫ് കലഹാരി നോൺ ആസ് ബുഷ്മൻ. പശ്ചിമ സഹാറയിലെ ത്വാരക് വംശജർ, അതായത് തോറക് പീപ്പിൾ ഓഫ് വെസ്റ്റേൺ സഹാറ, സഹാറ മരുഭൂമിയിലെ തോറക് വംശജർ. ഒപ്പം അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ, ബെഡോയിൻസ് ഓഫ് അറേബ്യൻ ഡെസേർട്സ്. ഇവയുടെ സ്പെല്ലിങ്ങുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം. മരുഭൂമിയിലെ ഹോട്ട് ഡെസേർട്സിലെ കുറച്ച് ചിത്രങ്ങളാണ് ഇതിൽ കാണുന്നത്. അപ്പൊ നമുക്കറിയാം, അധികം ചെടികളൊന്നും തന്നെ നമുക്ക് കാണാനില്ല. എവിടെയും എങ്ങനെ നോക്കിയാലും കൂടുതൽ മണൽ പരപ്പുകളും മണൽ കുന്നുകളും മാത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെസേർട്സ്?
മരുഭൂമികൾ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്, അത് ഏത് കോണ്ടിനെന്റിലാണ്, ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സഹാറ മരുഭൂമി ആഫ്രിക്കയിലാണ്. ഒപ്പം കലഹാരി മരുഭൂമി, ഇവ രണ്ടും ആഫ്രിക്കയിലാണ്. അറേബ്യൻ മരുഭൂമിയും ഥാർ മരുഭൂമിയും, ഇവ രണ്ടും ഏഷ്യയിലാണ്. ഇതിൽ ഇന്ത്യയിൽ ഏതാണുള്ളത്? ഥാർ മരുഭൂമിയാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഗ്രേറ്റ് ആസ്ട്രേലിയൻ ഡെസേർട്ട്, ഗ്രേറ്റ് ആസ്ട്രേലിയൻ മരുഭൂമി ആസ്ട്രേലിയയിലെ, പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ. അറ്റക്കാമ തെക്കേ അമേരിക്കയിലെ, സൗത്ത് അമേരിക്കയിലുള്ളതാണ് അറ്റക്കാമ. മൊഹേവ് നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയിലുള്ളതാണ് മൊഹേവ് എന്നത്. ഇനി നമുക്ക് മരുഭൂമിയിലെ സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫ്ലോറ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിലും നമ്മൾ പഠിച്ചതാണ് ഫ്ലോറ എന്ന ഒരു വാക്ക്. ഏതൊക്കെയാണ് ഇവിടുത്തെ സസ്യജാലങ്ങൾ? ഈ ചിത്രങ്ങളൊന്ന് നോക്കുക. ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ്, എല്ലാം കള്ളിച്ചെടികളാണ് അല്ലെ. കള്ളിച്ചെടികൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് കാക്ടി എന്നാണ്. ഈ ചെടികളുടെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇതിലൊന്നും തന്നെ വലിയ തോതിലുള്ള ഇലകൾ കാണാനില്ല. പകരം മാംസളമായ ഫ്ലഷി സ്റ്റെമ്മാണ്, മാംസളമായ കാണ്ഡമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതാണ് ഈ കാക്ടി എന്ന കള്ളിമുൾ ചെടികളുടെ പ്രത്യേകത. എന്തിനാണ് ഇത്രയും ഫ്ലഷി ആയിട്ടുള്ള മാംസളമായ കാണ്ഡം? അവയ്ക്ക് ജലം ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. ഇലകൾ ഇതിലൊന്നും തന്നെ കാര്യമായി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എങ്കിലും കള്ളിച്ചെടി എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇതുപോലെ കാണുന്ന ഒന്ന് മാത്രമല്ല, നല്ല മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും കള്ളിച്ചെടികളും മരുഭൂമിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഒപ്പം ഈ ഒരു ചിത്രം കൂടി നോക്കുക. ഈ ചെടികളും മരുഭൂമിയിലേത് തന്നെയാണ്. ഇവയുടെ പേരാണ് അക്കേഷ്യ എന്നത്. അക്കേഷ്യയും വെള്ളം വളരെ കുറവ് മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ചെടിയാണ്. അക്കേഷ്യയിലും ചില തോതിലുള്ള ചെറിയ പൂക്കള് ഉണ്ടാകുന്നു. ഇനി നമുക്ക് ജന്തുജാലത്തെ കുറിച്ച് നോക്കാം. ഫോന നമുക്കറിയാവുന്നതാണ് അല്ലെ, ഒട്ടകം. അതുപോലെ ഫെന്നക് ഫോക്സ്, കുറുക്കൻ, പ്രത്യേക തരത്തിലുള്ള കുറുക്കനാണ്, നമ്മൾ ഇവിടെ കാണുന്ന തരത്തിലല്ല. ഹോഴ്സ്, കുതിര. പല്ലിയുടെ പല വർഗങ്ങളിലുള്ളവ, ഇവയും നമ്മുടെ നാട്ടിൽ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള പല്ലിയാണ് ഇത്. അതുപോലെ തന്നെ കഴുത, ഡോങ്കി, സ്കോർപിയൻ, തേൾ, സ്നേക്ക്, പാമ്പ്, ഇവയെല്ലാമാണ് മരുഭൂമിയിലെ ഡെസേർട്ട് ഏരിയയിലെ ഫോന, ജന്തുജാലത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നോക്കുക, ഒന്ന് നമുക്ക് ടേബിൾ ഒരു രൂപത്തിൽ നമുക്കൊന്ന് നോക്കിയാലോ. ഫ്ലോറയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്, കാക്ടി, അക്കേഷ്യ, ഈ രണ്ടെണ്ണം. കള്ളിമുൾ ചെടികൾ, കാക്ടി എന്നാൽ കള്ളിമുൾ ചെടികളാണ്, നമ്മൾ ചിത്രം കണ്ടതാണ് അല്ലെ. അവയുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ഇലകളില്ല, ഫ്ലഷി സ്റ്റെം ആണ്, മാംസളമായ കാണ്ഡമാണ് അവയ്ക്ക് ഉള്ളത്, ഇലകളില്ല. അക്കേഷ്യയ്ക്ക് വളരെ കുറവ് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഫോന, ജന്തുജാലത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒട്ടകം, ഡോങ്കി, കഴുത, ഹോഴ്സ്, കുതിര, ഫോക്സ്, കുറുക്കൻ, സ്നേക്സ്, പാമ്പ് വർഗങ്ങളുണ്ട്, സ്കോർപിയൻ, തേൾ ഉണ്ട്, ലിസാർഡ്സ്, പല്ലി വർഗങ്ങളുണ്ട്. ഇനി അവിടുത്തെ വസ്ത്രധാരണ രീതി ഒന്ന് നോക്കാം, ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒന്ന് നോക്കാം. ഈ ചിത്രങ്ങളിലെല്ലാം നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? അവരുടെ വസ്ത്രത്തെ പറ്റി വളരെ അഴഞ്ഞ, വളരെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുക. അവയും കൂടുതലും വളരെ ഇളം നിറങ്ങളായിരിക്കും കൂടുതൽ പേരും ധരിക്കുക. കാരണം എന്താണ്? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലെ. ഇളം നിറങ്ങൾ ആണെങ്കിൽ സൂര്യപ്രകാശം ആ ചൂടിനെ കൂടുതൽ ആഗിരണം ചെയ്യുകയില്ല, തിരിച്ച് പറഞ്ഞയക്കും, അവയെ അബ്സോർബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇളം നിറങ്ങൾ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നത്.
ഇനി പോയിന്റുകളായിട്ടൊന്ന് നോക്കിയാലോ നമുക്ക്. ലൈറ്റ് കളേർഡ് ആണ്, ഇളം നിറത്തിലുള്ളവയാണ് അവരുടെ വസ്ത്രങ്ങൾ. ലൂസ് ഫിറ്റിംഗ്, അഴഞ്ഞതാണ്. ടർബൻസ് പാർഷ്യലി കവറിംഗ് ദ ഫേസ്, അതെന്താണത്? മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള ശിരോവസ്ത്രം. ടർബൻ എന്നാൽ തലപ്പാവാണ്. അത് മുഖം മറയ്ക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുഖം മറയ്ക്കുന്നത്? ഈ ചിത്രത്തിൽ നമുക്ക് കാണാം അല്ലെ. മണൽക്കാറ്റ് നല്ലവണ്ണമുള്ള സ്ഥലമാണ് ഈ ഡെസേർട്ട് ഏരിയ എന്ന് പറയുന്നത്. ആ കാറ്റിൽ നിന്ന് മുഖത്തെ സംരക്ഷിക്കാൻ, തലയെയും മുഖത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം അവർ ധരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ ജീവിതമാർഗം, ലൈവ്ലിഹുഡ് എന്തൊക്കെയാണ്? അവിടുത്തെ ഗോത്രവർഗക്കാരുടെ, എല്ലാവരുടെയും അല്ല, അവിടുത്തെ ഗോത്രവർഗക്കാരുടെ ജീവിതമാർഗം എന്തൊക്കെയാണ് എന്ന് നോക്കാം. വേട്ടയാടൽ, ഹണ്ടിങ് ആണ്. കാറ്റിൽ റെയറിങ്, കന്നുകാലി വളർത്തൽ. ഇനി അവരുടെ ഡയറ്റ് അഥവാ ഫുഡ്, ഭക്ഷണം എന്തൊക്കെയാണ്? സാധാരണ അവർ മീറ്റ്, മാംസം കഴിക്കുന്നു. മിൽക്ക്, പാൽ ഉപയോഗിക്കുന്നു. മില്ലറ്റ്സ്, തിന വിളകൾ. നമ്മുടെ വീടുകളിൽ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് വാങ്ങും തിന എന്ന് പറയുന്നത്. തിന ഇനത്തിൽപ്പെട്ട വിളകൾ അവർ കഴിക്കുന്നു. ഡേറ്റ്സ്, ഈന്തപ്പഴം, നമുക്കറിയാവുന്നതാണ് അല്ലെ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈന്തപ്പഴം. ഇതാണ് അവരുടെ ജീവിതമാർഗവും ഭക്ഷണ രീതികളും. ഉഷ്ണ മരുഭൂമികളിൽ കൃഷി പൊതുവെ കുറവാണ്. എന്തായിരിക്കും കാരണം? അഗ്രികൾച്ചർ ഈസ് സ്പാർസ് ഇൻ ഹോട്ട് ഡെസേർട്സ്. വൈ? എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്കും കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ തന്നെ അറിയാം അല്ലെ, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്. വളരെ പകൽ സമയം വളരെ ഉയർന്ന ചൂടാണ്. അതുപോലെ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ, ജലദൗർലഭ്യവും അവിടെ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ചിത്രം കണ്ടുവല്ലോ. മരുഭൂമിയിലെ കപ്പൽ, നമ്മൾ LP ക്ലാസ്സുകൾ മുതൽ തന്നെ പഠിക്കുന്നതാണ്. മരുഭൂമിയിലെ കപ്പൽ, ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് ഒട്ടകം ആണ് എന്നുള്ളത്. എന്താണ് അതിന് കാരണം? മരുഭൂമിയിലെ പ്രധാനപ്പെട്ട മൃഗമാണ് ഒട്ടകം. പ്രധാനമായി ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചരിക്കുന്നതിനും എല്ലാം ഒട്ടകങ്ങളെയാണ് ആളുകൾ മരുഭൂമികളിൽ ആശ്രയിക്കാറ്. അതുകൊണ്ടാണ് അവയെ മരുഭൂമിയിലെ കപ്പൽ എന്ന പേര് അവയ്ക്ക് വരാനുള്ള കാരണം. മാത്രമല്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഉണ്ട് ഇവരുടെ ശരീരത്തിൽ എന്ന് പറയുന്നു. മാത്രവുമല്ല, ശരീര താപനില, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മിതമായി നിലനിർത്താൻ, ഒരു മോഡറേറ്റ് ലെവലിൽ, ഒരു ആവറേജ് ലെവലിൽ നിലനിർത്താനുള്ള കഴിവ് കൊണ്ട് ഒട്ടകങ്ങൾക്ക് മരുഭൂമിയിലുള്ള ഇത്രയും ചൂടിനെ അതിജീവിക്കാനായി സാധിക്കുന്നു. മാത്രവുമല്ല, ചേർന്നിരിക്കുന്ന കാൽവിരലുകളുണ്ട്, മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. നമുക്ക് മണലിൽ നടക്കാൻ വളരെ പ്രയാസമാണ് അല്ലെ, പക്ഷേ ഒട്ടകത്തിന്റെ ആ കാൽവിരലുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മണലിൽ കാൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള കാൽവിരലുകളാണ് ഒട്ടകത്തിന് ഉള്ളത്. മാത്രവുമല്ല, ഇരട്ട കൺപോളകളുണ്ട്, നീണ്ട കൺപീലികളുണ്ട്. എന്തിൽ നിന്ന് രക്ഷിക്കാനാണ്? മണൽ കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി. ഇംഗ്ലീഷിൽ നമുക്കൊന്ന് നോക്കാം. Camels are the common animals of the deserts. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. Camels are largely relied on for traveling and for carrying load. സാധനങ്ങൾ കൊണ്ടുപോകാനും യാത്രകൾക്കും ക്യാമൽസിനെ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. That is the reason the camels are described as the ships of the desert. Camels survive in the hostile desert conditions. എന്താണ് hostile desert conditions? വളരെ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷമാണ് അല്ലെ, അവിടെ വളരെ ചൂടും രാത്രി വളരെ തണുപ്പുമാണ്. Thanks to their capacity to store water, they have the capacity to store water within their body. And to maintain the moderate body heat, they can maintain body temperature moderately. Joined toes, കാൽ വിരലുകള് ചേർന്നിരിക്കുകയാണ്. That helps them from sinking in sands. മണലിൽ പുതയുക, സിങ്ക് ചെയ്യാന്ന് വെച്ചാൽ പുതയുക, പൂണ്ടുപോവുക എന്നാണ് അർത്ഥം. അതില്ലാതെ അവയെ സഹായിക്കുന്നു. ഡബിൾ ഐലിഡ്സ്, ഇരട്ട കൺപോളകളാണ് മണൽക്കാറ്റിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. ആൻഡ് ലോങ് ഐ ലാഷസ്,
ലാഷസ് എന്താണ്? കൺപീലികളാണ്. ടു പ്രൊട്ടക്ട് ദം ഫ്രം ദ സാൻഡി വിൻഡ്സ്. മണൽ കാറ്റിൽ നിന്ന് രക്ഷ നേടാനായി. എന്താണ് ഒയാസിസ്? മരുപ്പച്ചകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചിത്രം കണ്ടുവല്ലോ. ബാക്കി ഭാഗമെല്ലാം മരുഭൂമിയാണ്. കുറച്ച് ഭാഗത്ത് മാത്രം ചെടികളുണ്ട് അല്ലെ? രണ്ടാമത്തെ ചിത്രത്തിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് ചെടികളും കാണാം, ജലാശയവും കാണാം. ഈ ചിത്രത്തിലും കൂടി നോക്കുക. ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഡെസേർട്ട് ഏരിയയില്, മരുഭൂമിയില് കുറച്ച് ഭാഗത്ത് ജലവും ലഭ്യമാണ്. അവിടെ നമുക്ക് കൃഷിയും ആൾ താമസവും എല്ലാം സാധ്യമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് മരുപ്പച്ചകൾ അഥവാ ഒയാസിസ് എന്ന പേരിൽ വിളിക്കുന്നത്. Oases are the places where water is available in hot deserts. സാധാരണ വെള്ളം വളരെ വിരളമാണ്. പക്ഷെ ഒയാസിസിൽ, മരുപ്പച്ചകളിൽ ആ ഭാഗത്ത് വെള്ളം ലഭ്യമാണ്. Plants, animals and human habitations. Human habitations എന്നാൽ മനുഷ്യവാസയോഗ്യമായ സ്ഥലങ്ങളെയാണ് വിളിക്കുന്നത്. Largely concentrated in and around these water bodies. ഇതിനു ചുറ്റുമായാണ്, ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് ജനവാസ മേഖലകളും സസ്യങ്ങളും ജന്തുക്കളും എല്ലാം കാണപ്പെടുന്നത്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒയാസിസിന്റെ സ്ഥലത്താണ് വെള്ളം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് അവിടെയാണ് താമസങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. Permanent settlements are found only around oases in hot deserts. സ്ഥിരം ജനവാസ മേഖലകൾ അത് കാണുന്നത് എവിടെയാണ്? ഈ മരുപ്പച്ചകളെ കേന്ദ്രീകരിച്ചാണ്. ഒരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. നൈൽ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ നൈൽ നദീതടം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതൊരു ഉദാഹരണമാണ്. പെർമനന്റ് സെറ്റിൽമെന്റ്സ്, ഹോട്ട് ഡെസേർട്സിലെ പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഉള്ള സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഒരു ഉദാഹരണമാണ് നൈൽ നദീതടം. നൈൽ നദീതടത്തെ പറ്റി ഒരു കുറിപ്പ് എഴുതാൻ നമുക്ക് വന്നാൽ എന്തൊക്കെ എഴുതും? നൈൽ റിവർ ബേസിൻ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റീജിയൻസ് വിത്ത് പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഇൻ ഹോട്ട് ഡെസേർട്സ്. ഹോട്ട് ഡെസേർട്സിലെ സ്ഥിരം ജനവാസമായ യോഗ്യമായ സ്ഥലമാണ്. ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് നൈൽ നദീതടം. ഇനി അഗ്രികൾച്ചർ ആൻഡ് അനിമൽ റെയറിംഗ്, cattle rearing are the major human activities in the Nile basin. അവിടെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയുണ്ട്, കന്നുകാലി വളർത്തലുമുണ്ട്. Wheat, maize, fruits, vegetables, cotton ഇവയാണ് പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ ക്രോപ്സ്. എന്തൊക്കെയാണ്? വീറ്റ് ഗോതമ്പ്, മെയ്സ് ചോളം, ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ് പച്ചക്കറികൾ, കോട്ടൺ പരുത്തി വസ്ത്രങ്ങളാണ് അല്ലെ? ചൂട് കാലത്ത് വളരെ ചൂടുള്ള സ്ഥലങ്ങളിൽ വളരെ യോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവയെല്ലാമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ചില ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം അവിടുത്തെ കൃഷിയെ കുറിച്ച്. ഇനി ഇതാ ഈ ചിത്രം ഒന്ന് നോക്കുക. നമുക്ക് കണ്ടുപരിചയമുണ്ട് അല്ലേ? എന്താണ് ആ വൃത്തത്തിനുള്ളിൽ കാണുന്നത്? പിരമിഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. സ്ഫിങ്സ്, പിരമിഡ് എന്നിവയുടെയൊക്കെ ചിത്രം നമുക്ക് ഈ ചിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഏത് സംസ്കാരവുമായിട്ട് ബന്ധമുള്ളതാണ് ഈ പിരമിഡ്? 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധമുള്ളതാണ് ഈ പിരമിഡുകൾ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈജിപ്തിൻ്റെ സ്ഥാനം നമുക്കൊന്ന് നോക്കിയാലോ? ഇതാ ഒരു ലോക ഭൂപടം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈജിപ്തിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വൻകരയിലാണ്, ഏത് കോണ്ടിനെന്റിലാണ് ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ 2ാമത്തെ ഏറ്റവും വലിയ കോണ്ടിനെന്റായ വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഫ്രിക്കയിലാണ് ഈജിപ്ത് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടി അടുത്ത ഒരു ഭൂപടം നമുക്ക് നോക്കാം. ഈജിപ്തിൻ്റെ സ്ഥാനം അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭൂപടം നോക്കുക. ഈജിപ്ത് മാത്രമായി എടുത്ത് കാണിച്ചിരിക്കുകയാണ്. അതിൽ ഒരു പച്ച നിറത്തിൽ ഒരു അടയാളം നമുക്ക് കാണാവുന്നതാണ് അല്ലേ? എന്താണ് അത്? നൈൽ നദിയാണ് അത്. ഈ നൈൽ നദിയാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്
ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ചത്. എങ്ങനെയാണ് അത്? നമുക്കറിയാവുന്നതാണ്, വലിയ സംസ്കാരങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും നദികളുടെ തീരത്താണ് വളർന്നു വന്നത് എന്ന്. അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന പേരിൽ വിളിക്കുന്നത്. അതായത് നൈലിൻ്റെ ദാനം. എന്താണ് അതിന് കാരണം? നൈൽ തടം ഒഴികെ മറ്റുള്ള എല്ലാ പ്രദേശങ്ങളും മരുഭൂമിയാണ് ഈജിപ്തിൽ. അപ്പോൾ ഈ പ്രാചീനമായിട്ടുള്ള ഈ വളരെ പഴയ ഈ സംസ്കാരം, ഏർലി സിവിലൈസേഷൻ, അതിൻ്റെ ഒരു ഉദയത്തിന് സാക്ഷ്യം വഹിച്ചു എന്നത് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതിനും സമ്പൽ സമൃദ്ധമാക്കുന്നതിനും ഈ നൈൽ നദി നൽകുന്ന ജലമാണ് ഉപയോഗിച്ചിരുന്നത്. മാത്രവുമല്ല, ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ നൈൽ നദി പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ലോകത്തെ തന്നെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനസാന്ദ്രമായിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് നൈൽ നദീതടം. നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകം നോക്കുക. ഗിഫ്റ്റ് ഓഫ് നൈൽ, നൈലിൻ്റെ ദാനം ഈജിപ്താണ്. അതേസമയം ഈജിപ്തിൻ്റെ ജീവരക്തം, ലൈഫ് ബ്ലഡ് ഓഫ് ഈജിപ്ത് എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഇനി ഇതൊന്ന് നോക്കുക. ഈ ചിത്രങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ഡെസേർട്ടിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഈ ഡെസേർട്ട് ഏരിയയിൽ എല്ലാ ദിക്കിലും, കൂടുതൽ ദിക്കുകളിലും നമ്മൾ പറഞ്ഞു മണൽ കൂമ്പാരങ്ങൾ മാത്രമാണ് എന്ന് അല്ലേ? പക്ഷേ അത് മാത്രമല്ല, ഇതുപോലെയുള്ള വളരെ വലിയ, വളരെയധികം സമൃദ്ധമായ പട്ടണങ്ങളും നഗരങ്ങളും എല്ലാം തന്നെ ഈ ഡെസേർട്ട് ഏരിയയിൽ, മരുഭൂമിയിൽ ഉണ്ട്. എന്തായിരിക്കും അതിന് കാരണം? ഡെസേർട്ട് ഏരിയയിലും ഇത്രയും നല്ല രീതിയിലുള്ള നഗരങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമുക്കൊന്ന് നോക്കാം. അവിടെയുള്ള ധാതു നിക്ഷേപങ്ങൾ, അതായത് മിനറൽ ഡെപ്പോസിറ്റ്സ്. ഈ ഡെസേർട്സിൻ്റെ, മരുഭൂമിയുടെ മണ്ണിൽ, മരുഭൂമിയുടെ ഉള്ളറകളിൽ മിനറൽ ഡെപ്പോസിറ്റ്സ് ഒരുപാട് ഉണ്ട് എന്നാണ് പറയുന്നത്. മിനറൽ ഡെപ്പോസിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. മുൻപൊരു പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് മിനറൽ ഡെപ്പോസിറ്റ്സ് എന്നാൽ സ്വർണം, വെള്ളി, അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം തന്നെ മിനറൽ ഡെപ്പോസിറ്റ്സ് ആണ്, മിനറൽസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഡെസേർട്ട് ഏരിയകളിൽ കൂടുതലായി ഉള്ളത് പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. ഈ ധാതു നിക്ഷേപങ്ങളുടെ ഖനന പ്രവർത്തനങ്ങൾ, അതായത് മൈനിങ്, ഇതാണ് ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായത്. ഇങ്ങനെയുണ്ടായ വികസനം, അതുകൊണ്ട് ലോകത്തിൻ്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടേക്ക് വരികയാണ്. നിങ്ങൾക്കും ആലോചിക്കാം, നമ്മുടെ എല്ലാ വീടുകളിൽ ഒരുപാട് പേർ, നമ്മുടെ നാട്ടിലും വീട്ടിലുമായി ഒരുപാട് പേർ ഗൾഫ് നാടുകളിൽ ജോലിക്കായി പോയിട്ടുണ്ട് അല്ലേ? അങ്ങനെ മരുപ്രദേശങ്ങളിലെ, മരുഭൂമിയിലെ വൻ നഗരങ്ങളെല്ലാം തന്നെ ഇതുപോലെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണ് ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും അടുത്ത ക്ലൈമറ്റിക് റീജിയനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.